നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മൾ എഡ്യൂ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനോട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്ന പിള്ളേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റഡ് ചിൽഡ്രന് അവരുടേതായ തരത്തിൽ പഠനം നടന്നുകൊണ്ട് പോകുന്നു. അവർ ഒത്തിരി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു യൂട്യൂബിൽ. പിന്നെ അതേപോലെ തന്നെ 10th NTSC എക്സാമിനൊക്കെ നമ്മൾ അവരെ പരിശ്രമിപ്പിക്കുന്നുണ്ട്. അവരെ NTSC എക്സാമിന് എഴുതാൻ പോകുന്നുണ്ട്. അതുപോലെ ഓൾ ദ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അവർക്ക് ഈ എഡ്യൂ സ്കിൽസിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റേ സ്കൂളിലെ ടീച്ചേഴ്സിനെ കൂടി ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇവരെ പഠിപ്പിക്കാനായിട്ട്. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് അത് കിട്ടുന്നുണ്ട് ഇപ്പം. സോ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ കാര്യത്തിൽ. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ പിള്ളേർ വരിക, പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റേ കാര്യങ്ങളിലേക്ക് നോക്കാനും മനസ്സിലാക്കാനും നമ്മുടെ പിള്ളേരെ ഇത്തിരി കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. So I would like to run this school with some friends. Other schools are also doing a lot, but this school stands for truth, sincerity, for this. So we bring up our students with a good result. നല്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്. അപ്പം നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റഡ് ചിൽഡ്രനെ നമ്മൾ അങ്ങോട്ട് മറന്നു പോകും. എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കുമെന്ന് നമുക്കറിയാം. മറ്റുള്ളവർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധയാണ് നമ്മളെപ്പോഴും ഊന്നിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് വീടുകളിൽ ലഭ്യമാക്കാൻ പറ്റുന്നുണ്ട് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊരു നല്ല സുവിധയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുന്നു, അവരുടെ ടൈം വേസ്റ്റ്, അവരുടെ മണി വേസ്റ്റ്, അങ്ങനെയൊക്കെ ആകുന്നു. പക്ഷേ ഇവിടെ ആകുമ്പോൾ അതിങ്ങനെ സംഭവിക്കുന്നുണ്ട്, നമുക്ക് ഓൺലൈൻ തന്നെ കൊടുക്കാൻ പറ്റുന്നു. സെക്കൻഡ് റാങ്ക് ഹയർ സെക്കൻഡറി സീനിയർ സ്കൂളിൽ ഒരു പ്രാവശ്യം കൂടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിൻ്റെ തുടക്കം മുതൽ എല്ലാ ഘട്ടങ്ങളിലും എനിക്ക് ഇതിൻ്റെ പങ്കാളിയാകാൻ അവസരം കിട്ടിയത് നോക്കുകയാണ്. വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കോളേജ് സ്കൂള്, CBSE സിലബസിലുള്ള സ്കൂള് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ വന്നു എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് മിതമായ ചെലവിൽ തന്നെ ഏറ്റവും നല്ല പഠനം ഗ്രാമങ്ങളിലും കിട്ടുന്നത് ഇതുപോലുള്ള സ്കൂളുകളുടെ വരവ് കൊണ്ടാണ്. നിശ്ചയമായും ഈ സ്കൂളിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, വലിയൊരു കടമയുണ്ട്. അത് നിറവേറ്റ് കാണുന്നു. രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യാനുസരണം അത് പ്രവർത്തിക്കുന്നുവെന്ന് കാണുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഈ സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. No, I'm studying in 7th standard in SH Convent School at Chengalam. I know that we all face some difficulty in multiplication and to find the square of sum. But now, I'm here with some maths trick. Hi friends, my name is Andrea Josh. I'm studying in 7th standard of Sacred Heart Convent Senior Secondary School, Chengalam, Korea in Kerala. Today, I came with a few math tricks that is very helpful in your studies. Hi
My name is Liam and I am studying in class 6. Today I am going to show you some math tricks. That is how to multiply any number with 11. Hello everyone, my name is Jaganjas. I am studying in class 6. Today I am going to show you a math trick. It is how to multiply a number by 5. Hello friends, I am Donna Jen studying in class 7, Sacred Heart Convent Senior Secondary School, Chengalam East. Today here I am going to spend a few moments to show you some math tricks that I learned from Father Saleen's class. I am sure these tricks will help you in the learning. Hi everybody, I am Anna Rosino. I am studying in 7th standard in SH Convent School at Chengalam. Now I am here with some new and simple tricks. If you don't know the multiplication table of 9, don't worry. I am here with two simple methods. Hello everyone, my name is Asia Manuel, studying in class 7 of Sacred Heart Convent Senior Secondary School, Chengalam. In this video, I am going to share a math trick which is very useful and easy for you. Hi everyone, my name is Vaishnavi and I am studying in class 9. I am from Sacred Heart Convent Senior Secondary School, Chengalam, Kottayam in Kerala. Do you like maths? I like maths because it's my favorite subject. But some people thought that maths is a very difficult subject. So in this video, I am going to show that how can we make maths an easy subject and how can we learn maths with fun. So in this video, I am going to show that how to find the square of any number which ends with 5. Friends, I am Gaurinanda Suraj of class 6 from Sacred Heart Convent Senior Secondary School, Chengalam. Today, I would like to share some mathematical tricks with you. So, let's move on to the video. 10 base method. Hi friends, I am Devika Naya and I am studying in class 8 and I am from Sacred Heart Convent Senior Secondary School, Chengalam in Kottayam. Do you find maths a difficult subject? But really, maths is an interesting subject and it's very fun to learn maths. So, I am here to introduce a few tricks which will help you to make maths more easier. So, the first trick is that how to find the square of any two-digit number which ends with 5. Hi everyone, good evening to all. I am Donna Jens studying in class 7 of Sacred Heart Convent Senior Secondary School. Today, here I like to spend a few moments to show you some easy methods in maths. These easy tricks will help you to improve in your studies. Hi, I am Jasmine. There is a difference between not knowing and not knowing yet. In this video, I am going to teach you some tricks that may be new to you. Maths is fun and I love maths. I know you are surprised. Most of my friends find maths a difficult and complicated subject. Here I am with my sister and some maths tricks. Hi, I am Krishna. I am 8 years old and I am studying in 4th standard. Let's see how to multiply the squares which ends with 5. Hello everyone, my name is Anantveer Singh. I study in 6th class. People think that maths is a very difficult subject, but we can make maths easier by some tricks. So today I will tell you very easier math tricks of squares. So thank you. I hope that you all will see this video and understand something from it. Thank you. 0, 2, 9, 5, 5, that is 0, 2, 9, 5, 5, 9, that is 0, 5, 6, 10, 13, that is 0, 55, 22, 11, less 33, that is 0, 5, 10, 55, that is 0, 65, less 10, less 5, 23, less 20, that is 0, 5, 10, 20, 50, less 22, that is 0, 2, 1, 5, 20, less 3, less 5, that is 0, 55, 23, less 11, that is
zero, 65, 10, less 10, that is 75. set zero, 77, less 22, less 50, that is set zero, 3, 30, 5, 50, less 55, that is set zero, 75, less 20, less 5, less 10, that is set zero, 88, less 22, less 11, less 50, that is set zero, 55, less 20, 10, 5, that is 3, 8, 2, less 3, that is set zero, 8, 7, 4, less 6, 9, that is set zero, 9, 6, less 5, 3, 8, that is set zero, 8, 5, 8, 1, less 9, that is set zero, 7, 5, 7, 5, 5, that is set zero, 7, 9, 9, 4, less 6, that is set zero, 4, 7, 2, 9, less 2, that is set zero, 9, 6, 4, 7, 9, that is set zero, 4, 7, 2, 9, less 2, that is set zero, 2, 9, 8, less 7, less 8, that is set zero, 8, 7, less 5, 3, that is set zero, 5, 3, 3, 9, 4, that is set zero, 7, 4, 8, 1, 3, that is set zero, 2, 8, less 1, 7, 9, that is set zero, 4, 5, 7, 2, 1, that is set zero, 2, 9, less 8, 7, 4, that is set zero, 3, 6, less 5, 8, 1, that is set zero, 2, 9, 8, 1, 5, that is set zero, 3, 8, 5, 9, less 6, that is set zero, 6, 4, 5, 2, 8, that is set zero, 5, 3, 8, 2, less 3, that is set zero, 8, 7, 4, less 6, 9, that is set zero, 9, 6, less 5, 3, 8, that is set zero, 8, 5, 8, 1, less 9, that is set zero, 7, 5, 7, 5, 5, that is set zero, 4, 7, 2, 9, less 2, that is set zero, 40,556, 1,433, 200, that is 86,442, 20,310, less 50,460, that is 56,292. set zero, 96,999, less 20,221, 1,400, less 30,000, that is set zero, 56,545, 20,320, less 60,410, that is 60,425. set zero, 3, 4, 5, less 6, less 3, that is set zero, 3, 7, less 9, 4, 8, that is set zero, 9, 8, less 6, less 2, 9, that is set zero, 1, 8, less 5, 8, less 6, that is set zero, 5, 4, 4, less 8, 7, that is set zero, 1, 8, less 3, 8, less 7, that is set zero, 7, 8, 8, less 6, 2, that is set zero, 7, 7, 1, 8, 2, that is set zero, 6, 5, 4, 6, 4, that is set zero, 6, 7, 5, let's go, that is you got it? Only one she got. Got one answer. Out of 10 she got. Thank you, sir. Thank you very much. Educational institution. They're not just teaching you, or it's not just
giving the certificates. Here, what is happening in this unique Edu Skills International? It is they are changing your life, or it is a life-changing experience here. I have met lot of people actually to discuss or to get ideas, but when I interacted with Father Saleen, his ideas, his plans, his intentions are noble and revolutionary. His methods, he is the topmost academician I have met in my life. After this, so many people, and you people who are already, the people who are already part of this institution, and those who are joining for IAS or graduation or any course, whatever is your preference, I guarantee that you will see the epitome. He is the person, or this is the place which can actually make you to reach the maximum level of height what you can reach in your life. And it is my personal commitment. I receive a lot of calls, emails, messages throughout the country from many places asking for suggestions. They ask me, sir, my child just completed 12th standard or 10th standard, what next? From now onwards, with with 100% confidence, I can say, I am going to recommend unique Edu Skills. If you haven't watched the previous video, please go watch it. Hope you like this video. For more videos, like, share and subscribe. Don't forget to press the bell icon. Thank you. Bye.